നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ എന്റെ റൂട്ടുകൾ ക്ലിയർ ആവുകയാണ്. വൈകാതെ ഉടവാളിയിരിക്കുന്ന സ്ഥലം കണ്ടെത്താം. ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞത്. ഇന്ന് ഏറ്റവും ഐശ്വര്യമുള്ള ദിവസമാണ്. ശബരിമലയിൽ ധർമ്മശാസ്താവിന്റെ മകരവിളക്ക് തെളിയിക്കുന്ന ദിവസമാണ് ജനുവരി 14. ഇവളെ നശിപ്പിക്കാനാണല്ലോ ഈ പ്രാർത്ഥന, അതും ഈ മണ്ഡല സമർപ്പണ ദിവസം. ഒന്നുമില്ല. ഒന്നിനു പിറകെ ഒന്നായി അനവധി പ്രശ്നങ്ങളാ ഭഗവാനെ അടിയന്റെ തറവാട്ടിൽ അരങ്ങേറുന്നത്. അതിനെല്ലാം ശാശ്വതമായൊരു പ്രതിവിധി അവിടുന്ന് കാട്ടിത്തരണേ. ഈ ശനിദോഷങ്ങളെല്ലാം മാറ്റിത്തരണേ ഭഗവാനെ. ഹരിഹരസുതനെ കാത്തോണേ ഭഗവാനെ. ഈ അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളെല്ലാം സ്വർണ്ണമായിരിക്കും. ഒരമ്പലത്തിലെ വിഗ്രഹം തൂക്കി വിറ്റാ എത്ര കോടികളാ കിട്ടുക. ഭഗവാനെ, അടിയനെ ഒരു കോടീശ്വരിയാക്കി മാറ്റണേ. എന്താ മുത്തശ്ശി പതിവില്ലാതെ ഇന്ന് ശാസ്താക്ഷേത്രത്തിലേക്ക് പോകുന്നേ? ഇന്ന് മകരവിളക്ക. അയ്യപ്പ ക്ഷേത്രത്തിലാ തൊഴേണ്ടത്. മാത്രമല്ല ശനിദോഷം മാറാൻ ശാസ്താ ക്ഷേത്രത്തിൽ തൊഴണം. നീരാഞ്ജനം കത്തിക്കുകയും വേണം. ചെമ്പകമംഗലത്തെ ശനിദോഷങ്ങളൊന്നും അത്ര പെട്ടെന്ന് തീരുന്ന മട്ടൊന്നും കാണുന്നില്ല. കുടുംബക്ഷേത്രത്തിലെ മൂർത്തി ഉൾപ്പെടെ എല്ലാ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തിയേ നമ്മളൊരു ചടങ്ങ് തുടങ്ങാറുള്ളൂ. കുറെ നാളുകളായി തറവാട്ടില് പൂജകളും വിളക്ക് വയ്ക്കലും ഒക്കെ എല്ലാവരും മറന്നിരിക്കുന്നു. സന്ധ്യാപ്രാർത്ഥനകൾ പോലുമില്ല. ദേ, അതിന്റെ അശുഭങ്ങളാ തറവാട്ടി കാണുന്നതൊക്കെ. കുഞ്ഞിന് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ ദേവതകളെയും പ്രസാദിപ്പിക്കണം. ശനിദോഷം അകറ്റുകയും വേണം. ഹായ്, രാജലക്ഷ്മി അമ്മയല്ലേ? കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ഇന്ന് ചെമ്പകമംഗലത്തെ എല്ലാവരും കൂടിയാണല്ലോ ക്ഷേത്രത്തിലേക്ക്. മകരവിളക്ക് ആയതുകൊണ്ടായിരിക്കും അല്ലേ രാജലക്ഷ്മി അമ്മേ? പ്രത്യേകത അത് തന്നെയാ തിരുമേനി. മാത്രമല്ല തറവാട്ടില് ഒത്തിരി ശനിദോഷങ്ങള്. ഭഗവാൻ പ്രസാദിച്ചാലേ ഇനി രക്ഷയുള്ളൂ. ഭഗവാൻ പ്രസാദിക്കുമല്ലോ. സാക്ഷാൽ കലിയുഗ വരദനല്ലേ ഹരിഹരസുതൻ. ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചോളൂ. ദാ തീർത്ഥവും പ്രസാദവും. ചെമ്പകമംഗലം തറവാടിന്റെ ഐശ്വര്യമല്ലേ അവിടെ ഇരിക്കുന്ന ആ മരതക ഉടവാൾ. ഇത്രയും ഐശ്വര്യമുള്ള ഒരു തറവാട് തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടോ രാജലക്ഷ്മി അമ്മേ? ആ ഐശ്വര്യം ഒരിക്കലും കെട്ടുപോകാതിരിക്കാൻ അവിടത്തെ നിലവറയിൽ വിളക്ക് വയ്ക്കണം. അതൊക്കെ പതിവുള്ളതായിരുന്നു തിരുമേനി. തറവാട്ടിൽ അടിക്കടി ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം അതൊക്കെ കുറെ നാളെ മുടങ്ങിക്കിടക്കുകയെ. പാടില്ല. അത് തന്നെയാ തറവാടിലെ കുഴപ്പങ്ങൾക്ക് കാരണം, സംശയമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ വിളക്ക് വെച്ച് തുടങ്ങിക്കൊള്ളൂ. എല്ലാം മാറും. അങ്ങനെ എന്റെ റൂട്ടുകൾ ക്ലിയർ ആവുകയാണ്. വൈകാതെ ഉടവാളിയിരിക്കുന്ന സ്ഥലം കണ്ടെത്താം. ഇന്ന് തന്നെ തുടങ്ങിക്കൊള്ളാൻ ഞാൻ പറഞ്ഞത്. ഇന്ന് ഏറ്റവും ഐശ്വര്യമുള്ള ദിവസമാണ്. ശബരിമലയിൽ ധർമ്മശാസ്താവിന്റെ മകരവിളക്ക് തെളിയിക്കുന്ന ദിവസമാണ് ജനുവരി 14. ഭഗവാനായിരിക്കും ഇത് തിരുമേനി കൊണ്ട് പറയിപ്പിച്ചത്. ഇതൊരു നിയോഗ തിരുമേനി. ഇന്ന് തന്നെ നിലവറയില് ഞങ്ങൾ വിളക്ക് കൊളുത്തു. പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാത്തവനല്ല കാനനവാസൻ. കഷ്ടകാലങ്ങള് ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു, അനുഗ്രഹിക്കും, ഉറപ്പാ.
കേൾപ്പിക്കാൻ മൈഥിലെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. കൊണ്ടുപോന്നില്ലെങ്കിലേ ആ അവസരം നോക്കി അവള് ചെമ്പകമംഗലത്ത് എന്തെങ്കിലും നാശം ഒപ്പിക്കും. അതാ കൂടെ പോന്നപ്പം മിണ്ടാതിരുന്നത്. എന്തായാലും അത് വേണ്ടായിരുന്നു മുത്തശ്ശി. അത് പറഞ്ഞത് ശരിയാ. അവളെ കൂടെ കൂട്ടിയാലേ കുറെ ശല്യങ്ങൾ ഒഴിവായി കിട്ടും. അവൾ എവിടെ കൂടിയാലും അവൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് മാലതി. അതേ അവള് നടപ്പാക്കൂ. ഞാൻ അവളെ കൂടെ കൂട്ടിയത് അതുമാത്രം കൊണ്ടല്ല. ചോറൂണ് നടത്താൻ പോകുന്ന കുഞ്ഞിനെ പ്രസവിച്ചത് എന്തായാലും അവളല്ലേ. എന്തായാലും ആ ഒരു ശാപം വേണ്ട. ആ വാ, നമുക്ക് പോവാം. മൈഥിലിയുടെ ഇത്ര പെട്ടെന്ന് അവൾ എങ്ങോട്ട് മുങ്ങി? ഞാൻ പോയി നോക്കിട്ട് വരാം. അത് വേണ്ട, ഞാൻ നോക്കാം. ഇവളാണോ? ഹലോ. എടാ വൈശാഖേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസോ? എന്ത് ഗുഡ് ന്യൂസ്? എടാ, ആ ഉടമാളിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടെത്തി. കണ്ടെത്തിയോ? എവിടെ? എങ്ങനെ? അതൊക്കെ ഒരു സസ്പെൻസാ. സസ്പെൻസ് ഒന്നും എന്നോട് വേണ്ട. നീ കാര്യം പറഞ്ഞതിൽ. എടാ, തറവാട്ടിലെ നമ്മൾ ആരും ഇതുവരെ കാണാത്ത ഒരു ഉഗ്ര നിലവറയുണ്ട്. അവിടെയാ ആ വാളിരിക്കുന്നത്. എന്നാ പിന്നെ നീ ഒട്ടും താമസിക്കണ്ട. ആ നിലവറയ്ക്കകത്ത് കടന്ന് ആ വാളും എടുത്ത് ചെമ്പകമംഗലത്തിന് പുറത്തേക്ക് വാ. ഞാൻ വണ്ടിയായിട്ട് പുറത്ത് കാത്തു നിൽക്കാം. നീ എത്ര ഈസി ആയിട്ടത് പറഞ്ഞു കളഞ്ഞു. എടാ, വാളിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നേ ഞാൻ അറിഞ്ഞുള്ളൂ. വാളിരിക്കുന്ന സ്ഥലം അറിയില്ലേ? പിന്നെ അതിങ്ങടുത്ത് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി എന്താ പ്രശ്നം? നീ എന്തൊരു മരമണ്ടനാ. വാളിരിക്കുന്ന സ്ഥലം അറിഞ്ഞാൽ മാത്രം മതിയോ? നിലവറയില്ല വാള്. അതെടുക്കാൻ താക്കോല് വേണ്ടേ? ഓ, അത് ശരി. അപ്പൊ താക്കോൽ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ? ഇല്ല. ഇതിപ്പോ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ആയല്ലോ. അല്ല, ഒരു കാര്യം ചെയ്യ്. നീ തന്ത്രപൂർവ്വം എങ്ങനെയും ആ താക്കോൽ കണ്ടെത്താൻ നോക്ക്. എന്നിട്ട് എത്രയും വേഗം ആ വാളും എടുത്ത് പുറത്ത് കിടക്കാൻ നോക്ക്. പിന്നെ ആ വാള് കിട്ടിയാലുടനെ എന്നെ വിളിച്ച് പറയണം. ഞാൻ ചെമ്പകമംഗലത്തിന് പുറത്തെത്തിക്കോളാം. ഓക്കെ? ഓക്കെ. എനിക്ക് ആ ഉടവാള് മാത്രം മതി. നിന്നെ ഇനി എനിക്ക് വേണ്ട. നിനക്കൊരു പനിഷ്മെന്റ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.